ഞാനിപ്പോൾ കണ്ണൂർ കൂത്തുപറമ്പ് ഒരു 6000 പേരെ ഒരു ഹൗസ് വാമിംഗ് പരിപാടിക്ക് വന്നിട്ട് ഒരു പടുകൂറ്റൻ വീടിന്റെ 6000 ആൾക്കാരെ പരിപാടിയാണ്. നിങ്ങളെ വീഡിയോ ഒന്ന് കാണണം മക്കളെ. കണ്ണൂർ കൂത്തുപറമ്പ് 6000 ആൾക്കാരെ പരിപാടി കൊണ്ട് 10000 പേരോളാട്ട് വന്ന് അമ്മാതിരി പരിപാടി. എല്ലാ ആൾക്കാർക്കും ബൊഫെ ഒന്നും അല്ലാട്ടോ, എല്ലാവർക്കും ഇരുത്തിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ വീഡിയോകളൊന്ന് മുഴുവനായിട്ടൊന്ന് കാണട്ടോ. വീടും ഈ പരിപാടിക്ക് 10000-ലേറെ ആൾക്കാരെ വന്ന് 6000 എക്സ്പെക്ട് ചെയ്തിട്ടോ. അപ്പൊ കണ്ണൂർ കൂത്തുപറമ്പിലെ ഹയാത്ത് പാലസ് ആട്ടോ, നമ്മളെ വ്യവസായ സുഹൃത്തുണ്ട്, ആളെ വീടാട്ടോ. നമ്മളെ കണ്ണൂർ കൂത്തുപറമ്പ് മൂര്യാടില്ല, നമ്മളെ റൌഫ് ഖാന്റെ വീടാട്ടോ. അപ്പൊ റൌഫ് ഖാനെ കണ്ട് അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ജനങ്ങളൊരു ഒഴുക്കട്ടോ, അമ്മാതിരി ജനക്കൂട്ടൊക്കെ ഒന്ന് വണ്ടിയൊക്കെ ബ്ലോക്ക് ആട്ടോ. അപ്പൊ 6000 പേര് എക്സ്പെക്ട് ചെയ്ത് 10000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാറ്ററിംഗ് ടീം ഒരു അത്ഭുതം തന്നെ കേട്ടോ. ഇത് നമ്മളെ ചിച്ചാസ് കാറ്ററിംഗ് ഉണ്ട് വയനാട്, ഓലെ സക്കരയ്ക്കും ടീമോട് നടത്തിക്കണം കേട്ടോ. എത്ര ആൾക്കാരെ പരിപാടി? അപ്പൊ 5000 ആൾക്കാരെ പരിപാടി. 6000 ആളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 6000 ആൾക്കാരെ പരിപാടി. അപ്പൊ ഇവിടെ ഫുള്ള് ഇസ്ലാമിക് ബൊഫേ ആണ്. അപ്പൊ സാധാ മാതിരി ബൊഫെ കൊടുക്കില്ല. മൂപ്പരൊക്കെ നിർബന്ധമാണ്, ക്ലൈന്റ് നിർബന്ധമാണ് എല്ലാവർക്കും ഇരുത്തി കൊടുക്കണം എന്നുള്ളത്. 6000 ആൾക്കാരല്ലേ നമ്മള് ഇവന്റ് എടുത്തതാണ് A to Z. 6000 ആൾക്കാരെ കരുതിയിട്ട് 10000 ആൾക്കാരെ വന്നിട്ട് നമുക്ക് ചായ കുടിച്ചു തുടങ്ങാം. വീട് കാണല്ലേ. അപ്പൊ സ്വിമ്മിംഗ് പൂൾ, ബേസ്മെന്റിൽ സ്വിമ്മിംഗ് പൂളും ജിമ്മൊക്കെ ആയിട്ട് ഒരു ലക്ഷറി തന്നെ. 1.5 വീട്, ബേസ്മെന്റിൽ സ്വിമ്മിംഗ് പൂളും ജിമ്മൊക്കെ പാടായിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളി കൊണ്ട് വീട്. പുറത്തുനിന്ന് കാണാൻ പോരല്ലോ കേട്ടോ, അകത്ത് കയറിയപ്പോ വേറെ ലോകം. നമുക്ക് സംഭവം ഭക്ഷണമാണ് നമ്മളെ ഫോക്കസിങ്. ഈ വീട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അമ്മാതിരി ലക്ഷറി ഇട്ട് ഒന്ന് കണ്ടോക്കി നിങ്ങള്. കണ്ണൂർ കൂത്തുപറമ്പ് മൂര്യാടിലെ റൌഫ് ഖാന്റെ വീടാണ്. അപ്പോ സംഭവം അടിപൊളിയുണ്ട്. അപ്പോ ഇതാണ് കിച്ചണ്. കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏരിയ ആണല്ലോ. അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും മോഡേൺ ആയിട്ട് സംഭവം അടിപൊളി കേട്ടോ. അത്രക്കും അൾട്രാ മോഡേൺ. ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, അമ്മാതിരി ഏരിയ. നമുക്ക് മേലെയാണ് മാസ്റ്റർ ബെഡ്റൂം ഒക്കെ വരുന്നത് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിന്റെ വലുപ്പം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പുറത്തെ ബെഡ്റൂം ഒക്കെ വേറെ, അതൊക്കെ വലിയ വലിയ സൈസ് റൂം. വീടിന്റെ പുറത്ത് നോക്കിയാ മക്കളെ, ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ലോകാന്ന് മനസ്സിലാവുകയല്ല കേട്ടോ. പരിപാടി അവിടെ ഇങ്ങനെ തകൃതിയായി നടക്കണം. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കണം. അമ്മാതിരി തിരക്കാണ്. വൈകുന്നേരം തുടങ്ങി രാത്രി വരെ ആയി തിരക്കന്നെ ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിക്കണം. അവിടെ നിന്ന് നോക്കിയാൽ സ്ക്രീനിൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇനി ഭക്ഷണത്തിന്റെ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. വെള്ളപ്പം ഇങ്ങനെ കുന്നോളം കൂട്ടിയിരുന്നു. പൊരിച്ച പത്തിരി, പൊറാട്ട, ചെമ്പ്രിത, നമ്മളെ ഹൈദരാബാദി ബിരിയാണി ഒക്കെ റെഡി ആയിക്കണു. നമ്മളെ മട്ടൻ ബിരിയാണിന്റെ അവസാന പ്രിപ്പറേഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അവിടെ ഇങ്ങനെ എന്താ പറയാ, ഒരു മേളം തന്നെ കേട്ടോ. എന്തായാലും നമുക്ക് ഇനി ചിച്ചാസ് കാറ്ററിംഗിന്റെ ഫുഡൊന്ന് കഴിച്ചു നോക്കട്ടോ. 10000-ഓളം ആൾക്കാർക്ക് ഇരുത്തി ഭക്ഷണം കൊടുക്കുകയാണ്. ചില്ലറ പരിപാടിയില്ല കേട്ടോ. ചിച്ചാസ് കാറ്ററിംഗ് സക്കരയ്ക്ക് ടീമൊക്കെ സെറ്റപ്പ് തന്നെ കേട്ടോ. ഒരുപാട് പാഷനേറ്റ് ആയ ഒരു മനുഷ്യനാണ് സക്കരയ്ക്ക്. ആളൊന്ന് പരിചയപ്പെടേണ്ട ആൾ തന്നെ കേട്ടോ. പല സ്ഥലത്തും പോയി ഇങ്ങനെ ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ പാടൊരാളാണ്. അപ്പോൾ പല വെറൈറ്റി സംഭവങ്ങൾ ആൾ കാറ്ററിംഗിൽ കൊണ്ടുണ്ട്. എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് അറിയുന്ന ആളാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഓരോ സാധനങ്ങൾ, സാലഡ് ഉണ്ട്, 2 തരം സാലഡ്, പിന്നെ 2 തരം അച്ചാറുകൾ, 3 തരം അച്ചാറുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി അച്ചാറുണ്ട്. ആദ്യം തന്നെ മട്ടൻ ബിരിയാണി നമ്മൾ എടുത്ത് കേട്ടോ. മട്ടന്റെ കഷ്ണം അങ്ങനെ വന്നിട്ട് നടക്കുന്നത് ഒരു വെറൈറ്റി അച്ചാർ. അതിനെ പറ്റി പറയാട്ടോ. ഒരു പച്ച ടൈപ്പ് വയനാടൻ അച്ചാറെന്ന് എല്ലാവരും പറഞ്ഞു. ഒരു വെറൈറ്റി സാധനം അതൊന്നും കഴിക്കണം കേട്ടോ നിങ്ങൾ. ചെമ്മീൻ ചെറിയ ചെറിയ കഷ്ണമായിട്ട് തവ ചെയ്ത് കേട്ടോ. അങ്ങനെ എല്ലാ ചെമ്മീനും കൂടെ ഒറ്റക്കാണ് കൂട്ടിപ്പിടിക്കാൻ കഴിക്കാം. നെയ്പത്തിലിന്റെ ഒപ്പം വയനാടൻ സ്റ്റൈലാ ബീഫ് വരട്ടും. നല്ല എരിവുള്ള ബീഫ് വരട്ടും. ഇങ്ങനെ മെല്ലെ അങ്ങനെ എടുത്തിട്ടേ ആ പത്തൽമ കൂട്ടി അങ്ങോട്ട് പിടിക്കണം. ഒരു 2 കഷ്ണം വരാൻ പത്തലും കിട്ടണം. പിന്നെ ഹൈദരാബാദി ബിരിയാണി ലാസ്റ്റ് കുറച്ചാണ് കഴിച്ചു. ആ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാണാൻ നല്ല സന്തോഷം ഉണ്ട് എനിക്ക്. ലാസ്റ്റ് ഒരു പായസവും പാടെ കുടിച്ച് അവസാനം അവിടെ നോക്കുമ്പോൾ ഒരു തിരക്കൊരു ജനക്കൂട്ടം മൊത്തം ഉണ്ട് അവിടെ. കൂത്തുപറമ്പ് മൊത്തം അവിടെ ഉണ്ട് കേട്ടോ. ആ കുനാഫ കൊടുക്കണം അവിടെ. അപ്പൊ കുനാഫയും പാടെ മെല്ലെ എടുത്തിട്ടേ, കുനാഫ നമ്മൾ ഒഴിവാക്കുന്ന തോന്നുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ പാടെടുത്ത് അങ്ങോട്ട് കഴിച്ചുട്ടോ. പരിപാടി കഴിഞ്ഞു. ഒരു രക്ഷയില്ല മക്കളെ. നീ വീഡിയോ കുറെ നെഗറ്റീവ് കമന്റുകൾ ഒരു ഉറപ്പാണ്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളതേ, ഇത്രയും വലിയൊരു പരിപാടി നടത്തി 6000 പേർക്ക് ഭക്ഷണം കൊടുത്തു, 10 ആൾക്ക് ജോലി കിട്ടി, ഈ ഒരു കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്നും പറയരുത്, നെഗറ്റീവ് പറയണം കേട്ടോ. അതാണല്ലോ നമ്മള് മലയാളികള്. ശരി.